ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. കുട്ടികളെ നാട്ടിൽ വിടാനായിട്ട് വന്നതാണ്. അവർ തനിച്ചാണ് പോകുന്നത്. എത്തിഹാദ് എയർവേസിലാണ് നമ്മൾ അവിടെ ട്രാവൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവർ തനിച്ച് ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുക്കുന്നതെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഗൂഗിളിൽ അൺഅക്കമ്പനീഡ് മൈനേഴ്സ് എത്തിഹാദ് എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജ് കയറി വരും. എത്തിഹാദ് എയർവേസ് അൺഅക്കമ്പനീഡ് മൈനേഴ്സ് ഓൺ ബോർഡ്. ഇനി നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിന്റെ താഴത്തേക്ക് അവർ ഏജ് എലിജിബിലിറ്റി പറയുന്നുണ്ട്. ഫസ്റ്റ് 0 to 4 ഇയേഴ്സ്, പിന്നെ 5 to 11 ഇയേഴ്സ്, പിന്നെ 12 to 17 ഇയേഴ്സ്. അതുപോലെ ഓരോ ഇയേഴ്സിനും താഴെ എന്താണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. 0 to 4 ഇയേഴ്സ് ആണെങ്കിൽ ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 5 ഓൺ ദ ഡേ ഓഫ് ട്രാവൽ മസ്റ്റ് ഓൾവേസ് ബി അക്കമ്പനിഡ് ബൈ ആൻ അഡൽട്ട് ട്രാവൽ ഓൺ ദ സെയിം ഫ്ലൈറ്റ് ആൻഡ് ഇൻ ദ സെയിം ക്യാബിൻ. അതായത് 0 to 4 ഇയേഴ്സ് ആണെങ്കിൽ തന്നെ വിടാൻ പറ്റത്തില്ല. അവരുടെ കൂടെ അക്കമ്പനി ചെയ്തിട്ട് ഒരു അഡൽട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഉള്ളത് 5 to 11 ഇയേഴ്സ് ആണ്. 5 to 11 ഇയേഴ്സ് ആണെങ്കിൽ ചിൽഡ്രൻ ഏജ്ഡ് 5 to 11 ഇയേഴ്സ് ക്യാൻ യൂസ് അൺഅക്കമ്പനീഡ് മൈനർ സർവീസ് ഫോർ ഫ്രീ. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇന്ത്യ മസ്റ്റ് ബി ബുക്ക്ഡ് ഓൺ എ നോർമൽ അഡൽട്ട് ഫെയർ. നോർമൽ അഡൽട്ട് ഫെയറിൽ നോർമൽ അഡൽട്ട് ആയിട്ടായിരിക്കും നമ്മൾ ഇവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇവരുടെ കൂടെ അഡൽട്ട് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഫ്രീ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 12 to 17 ഇയേഴ്സും. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ള കാര്യം താഴെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി താഴെ ഹൗ ടു ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബുക്ക് യുവർ ഫ്ലൈറ്റ് ആണ്. ഫസ്റ്റ് അഡൽറ്റിൻ്റെ പോലെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കും. പിന്നെ നമ്മൾ അൺഅക്കമ്പനീഡ് മൈനർ സർവീസ് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യും. അത് 24 ഹവറിനുള്ളിൽ നമുക്ക് കൺഫേം ചെയ്ത് അവർ മെയിൽ അയക്കും. അതുപോലെ തന്നെ ടിക്കറ്റും മെയിൽ അയക്കും. പിന്നെ നമ്മൾ ഈ അൺഅക്കമ്പനീഡ് മൈനർ ഫോമിൽ പ്രിന്റ് എടുക്കണം. അതിനകത്ത് സൈൻ ചെയ്യണം, ഡേറ്റ് എഴുതണം, അതുപോലെ നമ്മുടെ പേര് എഴുതണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫോമില്ലേ, ആ ഫോം നമ്മൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ അതും കൂടി കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ഇനി സ്റ്റെപ്പ് 1 പോകാം. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്ക് യുവർ ചൈൽഡ്സ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഇവിടെ റൗണ്ട് ട്രിപ്പ് എന്നുള്ളത് നമ്മൾ 1 വേ ആണ്. നമ്മൾ ഒരു വശത്തേക്ക് മാത്രമേ തനിച്ച് വിട്ടുള്ളൂ. അതുപോലെ ഇവിടെ അൺഅക്കമ്പനീഡ് മൈനേഴ്സ് 1 ആണ് ഇട്ടേക്കുന്നത്. നമുക്ക് 2 വേണം. 2. നെക്സ്റ്റ് നമുക്ക് ഫ്ലൈയിങ് ഫ്രം എവിടെ നിന്നാണ്? ഫ്ലൈയിങ് ഫ്രം അബുദാബി, ഫ്ലൈയിങ് ടു കൊച്ചി എയർപോർട്ട് കൊടുത്തു. ഇനി നമുക്ക് ഡേറ്റ് കൊടുക്കണം. ഡേറ്റ് May 25 കൊടുത്തു. സെർച്ച് ഫ്ലൈറ്റ്സ്. അപ്പം നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് അബുദാബി ടു കൊച്ചി, അതുപോലെ 25 May ഗസ്റ്റ് 2. അപ്പോൾ നമുക്കിവിടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒന്ന് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് സെലക്ട് ചെയ്തു. നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഇതിനകത്ത് ഗസ്റ്റ് ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. അഡൽറ്റ് പോലെ തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ അഡൽറ്റ് 1 എഴുതിയിട്ടുണ്ട്. മിസ്റ്റർ ആണോ മിസ്സസ് ആണോ കൊടുക്കുക. പിന്നെ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് ആയാലും ടൈറ്റിൽ കൊടുക്കുക. പിന്നെ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1 പോയി ബുക്ക് യുവർ ചൈൽഡ് ഫ്ലൈറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. ഇനി നമുക്ക് സ്റ്റെപ്പ് 2 പോകണം. സബ്മിറ്റ് ആൻഡ് അൺഅക്കമ്പനീഡ് മൈനർ റിക്വസ്റ്റ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അൺഅക്കമ്പനീഡ് മൈനേഴ്സ് ഫോം എന്ന് പറഞ്ഞൊരു ഫോം വരും. ഹാവ് യു ബുക്ക് യുവർ ചൈൽഡ്സ് ഫ്ലൈറ്റ്. അപ്പം അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തോന്ന് ചോദിക്കും. അപ്പോൾ യേസ് കൊടുക്കണം. അപ്പം നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് മൈ ഫ്ലൈറ്റ്, ബുക്കിംഗ് റെഫറൻസോ ടിക്കറ്റ് നമ്പർ കൊടുക്കണം. പിന്നെ നമ്മളൊരു ലാസ്റ്റ് നെയിം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം. അതാണ് 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് അപ്പോൾ ടിക്കറ്റും എടുത്തു, അൺഅക്കമ്പനീഡ് മൈനർ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൽ വരും. മെയിൽ വരുന്നത് ഫസ്റ്റ് നമുക്ക് ടിക്കറ്റ് ആയിരിക്കും മെയിൽ വരുന്നത്. ഇതുണ്ടോ, എത്തിഹാദ് എയർവേസിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് വന്നിട്ടുണ്ട്. രണ്ട് പേർക്കുള്ള ടിക്കറ്റ് വന്നിട്ടുണ്ട്. ടിക്കറ്റ് അവർ ഇതിനകത്ത് അയച്ചിട്ടുണ്ട്. PDF-നകത്ത് അവർ ടിക്കറ്റ് അയച്ചിട്ടുണ്ട്. അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ട് കൊച്ചി. ആദ്യത്തെ മെയിൽ എന്ന് പറഞ്ഞ ടിക്കറ്റിന്റെയാണ്. അപ്പൊ അൺഅക്കമ്പനീഡ് മൈനർ റിക്വസ്റ്റ് സബ്മിറ്റ് ആയെന്നും പറഞ്ഞുകൊണ്ട് അവർ നമുക്കൊരു മെയിൽ അയച്ചു. അൺഅക്കമ്പനീഡ് മൈനർ റിക്വസ്റ്റ് സബ്മിറ്റഡ്. അവർ ഇതിനകത്ത് പറഞ്ഞേക്കണേ സർവീസ് റിക്വസ്റ്റ് റിസീവ് ചെയ്തു. ഷുഡ് യു റിക്വസ്റ്റ് ബി കൺഫേംഡ്. അതായത് കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് ടേക്ക് സൈൻഡ് കോപ്പി ഓഫ് ദ ഫോമിന്റെ കോപ്പി എടുക്കണം. അതുപോലെ അതിനകത്ത് സൈൻ ചെയ്തിട്ട് നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ അത് കൊണ്ടുപോകണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 24 ഹവറിനുള്ളിൽ നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്ത് അതിന്റെ റിപ്ലൈ നമുക്ക് കിട്ടും, കൺഫേം ആയോ അല്ലേ എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അവരുടെ റിപ്ലൈ വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് അവരുടെ റിപ്ലൈ വന്നിട്ടുണ്ട്. ഇതാണ് റിപ്ലൈ വെച്ചേക്കുന്നത്. ഡിയർ ഗസ്റ്റ്, താങ്ക് യു ഫോർ റിക്വസ്റ്റിംഗ് അവർ അൺഅക്കമ്പനിഡ് മൈനർ സർവീസ് ഓൺ യുവർ ചൈൽഡ്സ് നെക്സ്റ്റ് എത്തിഹാദ് എയർവേസ് ഫ്ലൈറ്റ്. വി ആർ പ്ലീസ്ഡ് ടു ലെറ്റ് യു നോ ദാറ്റ് യുവർ റിക്വസ്റ്റ് ഹാസ് ബീൻ റിസീവ്ഡ് ആൻഡ് വിൽ ബി കൺഫേംഡ് സബ്ജക്ട് ടു സബ്മിറ്റിംഗ് ദ റെലവൻറ്റ് ട്രാവൽ ഡോക്യുമെന്റ്സ്. നെയിം അവർ കൊടുത്തിട്ടുണ്ട്, എഡ്വിൻ വർഗീസ് ടോം ആൻഡ് ഇവാൻ മാത്യു ടോം. ബുക്കിംഗ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ദിസ് കൺഫേംഡ് സർവീസ് കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജും അവർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഇതിനകത്ത് കൂടി ചേർത്തേക്കണതാണ്, ഹിയർ ആർ ഫ്യൂ തിങ്സ് വി നീഡ് യു ടു ഡു ആസ് എ പേരന്റ് ഓർ ഗാർഡിയൻ. നമുക്ക് ഇതിനകത്ത് ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ് അവരതിനകത്ത് എടുത്തേക്കണേ. എസ്കോർട്ട് യുവർ ചൈൽഡ് ടു ദി എയർപോർട്ട്. നമ്മൾ എസ്കോർട്ട് ചെയ്ത ചിൽഡ്രൻ്റെ കൂടെ പോകണം അറ്റ്ലീസ്റ്റ് 2 hours ബിഫോർ ദെയർ ഫ്ലൈറ്റ്. അതുപോലെ സബ്മിറ്റ് മേക്ക് ഷുവർ യു ഹാവ് കംപ്ലീറ്റഡ് ഓൾ നെസസറി ഡോക്യുമെന്റ്സ് നമ്മുടെ കൂടെ വേണം. 1 printed കോപ്പി ഓഫ് ദ കംപ്ലീറ്റഡ് ആൻഡ് സൈൻഡ് അൺഅക്കമ്പനിഡ് മൈനർ ഫോം. അതുപോലെ ഇലക്ട്രോണിക് ടിക്കറ്റ്, പിന്നെ വാലിഡ് പാസ്പോർട്ട്, മിനിമം 6 months വാലിഡിറ്റി, പിന്നെ വിസ. ഇപ്പോൾ നമുക്ക് വിസ ഇല്ല, നമുക്ക് എമിറേറ്റ്സ് ഐ ഡി ആണ്. പിന്നെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, എനി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഹെൽത്ത് സർട്ടിഫിക്കറ്റ്. അറൈവ് ചെയ്യുമ്പോൾ എന്താണെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടീനെ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ നമ്മൾ ഇവിടെ നിന്ന് എഴുതി കൊടുക്കും, നമ്മൾ ആരാ കളക്ട് ചെയ്യുന്നുള്ള ഗാർഡിയന്റെ പേര് നമ്മൾ എഴുതി കൊടുക്കും. ആ ആള് അവിടെ വന്ന് കളക്ട് ചെയ്യണം. അപ്പം നമ്മൾ കുട്ടീനെ വിടുമ്പോൾ കൂടെ കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് 1 ടിക്കറ്റ് ബുക്ക് ചെയ്തു, സ്റ്റെപ്പ് 2 അൺഅക്കമ്പനിഡ് മൈനർ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തു. അതുപോലെ നമുക്ക് അത് കൺഫേം ആയിരുന്നു പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് 3 അവർ നമുക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് സൈൻ ചെയ്ത് അതിന്റെ പ്രിന്റും പിന്നെ ടിക്കറ്റും പാസ്പോർട്ടും അതുപോലെ എമിറേറ്റ്സ് ഐ ഡി എല്ലാം ആയിട്ട് കുട്ടീനെ കൊണ്ട് ഏൽപ്പിക്കാം. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ. അപ്പോൾ അവർ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പാസ്പോർട്ട്, വിസ അല്ലെങ്കിൽ എമിറേറ്റ്സ് ഐ ഡി, പിന്നെ ടിക്കറ്റിന്റെ കോപ്പി, അതുപോലെ തന്നെ അൺഅക്കമ്പനിഡ് മൈനർ ഫോം സൈൻ ചെയ്തതിന്റെ പ്രിന്റ് ഔട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് പേജിൽ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, അതുപോലെ പേരൻസിന്റെ മെയിൽ ഐ ഡി, പേരൻസിന്റെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ. സെക്കൻഡ് പേജിൽ ഒരു ഡെക്ലറേഷൻ ഫോം ഉണ്ട്. അതിന് താഴെ പേരും സിഗ്നേച്ചറും ഡേറ്റും ഇടണം. ഈ ഡോക്യുമെന്റ്സ് എല്ലാം ചെക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ ഏൽപ്പിക്കണം. അവരെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് സൈൻ ചെയ്യാനായിട്ടൊരു പേപ്പർ തരും. നമ്മൾ അതിനകത്ത് സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർ നമുക്ക് തിരിച്ചൊരു പൗച്ച് തരും. എത്തിഹാദിൻ്റെ ഒരു ചെറിയ പൗച്ച് തരും. അതിനകത്ത് നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ്സ് എല്ലാം അവർ ഇട്ടിട്ടാണ് തരുന്നത്. കൂടെ നമുക്ക് ബോർഡിംഗ് പാസും കൂടെ തരുന്നുണ്ട്. അപ്പോൾ പൗച്ചിൽ എന്താ ഉള്ളതെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. നമ്മൾ കൊടുത്ത ചൈൽഡിന്റെ പാസ്പോർട്ട്, എമിറേറ്റ്സ് ഐ ഡി, അതുപോലെ ബോർഡിംഗ് പാസ്. പൗച്ചിന്റെ ഒരു സൈഡിൽ അതാണ്. മറ്റേ സൈഡിൽ നമ്മൾ കൊടുത്ത അൺഅക്കമ്പനിഡ് മൈനർ ഫോം ഉണ്ടല്ലോ, അത് സൈൻ ചെയ്ത കോപ്പി മറ്റേ സൈഡിൽ അവർ വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ. പുറത്തെ ചെക്കിങ് കഴിഞ്ഞ് നമുക്ക് ഈ പൗച്ച് തന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇമിഗ്രേഷനായിട്ട് കുട്ടികളെ അകത്തേക്ക് വിടാം. അപ്പോൾ എയർവേസിൻ്റെ ഒരാൾ നമ്മളെ അസിസ്റ്റ് ചെയ്യും. അവരുടെ കയ്യിൽ നമ്മൾ ഈ പൗച്ച് കൊടുക്കണം. അവരുടെ കൂടെയാണ് കുട്ടികൾ ഇമിഗ്രേഷന് വേണ്ടിയിട്ട് അകത്തേക്ക് പോകുന്നത്. പിന്നെ ഫ്ലൈറ്റിന് ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ. ഹാൻഡ് ബാഗ് അവർ അസിസ്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ കുട്ടികൾ തന്നെ ക്യാരി ചെയ്തിട്ട് വേണം അകത്തേക്ക് പോകാനായിട്ട്. അകത്തേക്ക് പോകാനായിട്ട് നമ്മൾ ഈ പുറത്ത് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ രണ്ടുപേരും അവരുടെ കൂടെ അകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എത്തിഹാദ് എയർവേസിൽ കുട്ടികളെ തനിച്ച് വിടുന്നതിന് ടിക്കറ്റ് എടുക്കണമെന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്